ബസ് ചതിച്ചെങ്കിലും വളരെ നാളത്തെ ആഗ്രഹം സാധിച്ചു. 6 മണിക്കൂറാണ് ഞങ്ങൾ നഷ്ടപ്പെട്ടത്. കുടജാദ്രിയിൽ പോകണം, മൂകാംബികയെ കാണണം എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വർഷങ്ങൾക്ക് മുൻപുണ്ടായതാണ്. അവസാനം 2026 അത് സാധ്യമായത്. ആദിപരാശക്തിയാണ് മൂകാംബികാദേവി. ഈ ലക്ഷ്മി പാർവതി സരസ്വതി രൂപത്തെ പ്രതിഷ്ഠിച്ചത് ആദിരി ശങ്കരാചാര്യരും. സൗവർണികാമൃതവീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. കരിമഷി പടരുമീ കൽവിളക്കിൽ കനകാങ്കുരമായി വിരിയേണം നീ അന്തനാളമായി തെളിയേണം. ആകാശമിരുളുന്നൊരപരാഹ്നമായി ആരണ്യകങ്ങളിൽ കാലിടറി, ആകാശമിരുളുന്നൊരപരാഹ്നമായി ആരണ്യകങ്ങളിൽ കാലിടറി, കൈവല്യദായികെ സർവാർത്ഥസാധികെ അമ്മേ സുരവന്ദിതേ. സൗവർണികാമൃതവീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ, പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ. കുടജാദ്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കാതരഹൃദയ സരോവരം നെറുകയിൽ ഉദയാങ്കുലിയാകൂ, മംഗളമന്ദസ്മിതം തൂകൂ. നാദാത്മികേ ദേവി മൂകാംബികേ, ആദിപരാശക്തി നീയേ, അഴലിൻ്റെ ഇരുൾ വന്നു മൂടുന്ന മിഴികളിൽ നിറകതിർ നീ ചൊരിയൂ, ജീവനിൽ സൂര്യോദയം തീർക്കൂ. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. കൊല്ലൂർ ടൗണിൽ നിന്നും 38 കിലോമീറ്റർ അകലെയായിട്ടാണ് കുടജാദ്രിമല സ്ഥിതി ചെയ്യുന്നത്. അവിടെ 4406 അടിയോളം ഉയരത്തിലായിട്ടാണ് സർവജ്ഞപീഠം സ്ഥിതി ചെയ്യുന്നത്. വിദ്യാവിലാസിനി വരവന്നിനി ശിവകാമേശ്വരി ജനനി, വിദ്യാവിലാസിനി
നിത്യാവിലാസിനി വരവർണ്ണിനി ശിവകാമേശ്വരി ജനനി ഒരു ദുഃഖബിന്ദുവായി മാറുന്ന ജീവിതം കരുണാമയമാക്കൂ ഹൃദയം സൗവർണികയാക്കൂ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കാതര ഹൃദയ സരോവരം നെറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗളമന്ദസ്മിതം തൂകൂ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. പ്രകൃതിരമണീയമായി ശാന്തമായ ഈ സ്ഥലത്ത് തപസ് ചെയ്തപ്പോഴാണ് ശങ്കരാചാര്യർക്ക് ദേവീദർശനം ഉണ്ടായത്. ശങ്കരാചാര്യർ എന്തുകൊണ്ട് ഈ സ്ഥലം തപസ്സിനായി തിരഞ്ഞെടുത്തു എന്നത് ഇവിടുത്തെ ശാന്തതയും പ്രത്യേക അനുഭൂതിയും അനുഭവിച്ചറിഞ്ഞാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ദേവീദർശനം കിട്ടിയതോടെയാണ് അവിടെ ദേവിക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിയണമെന്ന തീരുമാനത്തിൽ ശങ്കരാചാര്യർ എത്തിച്ചേരുന്നത്. വശങ്ങളിൽ നല്ല ഗർത്തങ്ങളുള്ളതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില സ്ഥലങ്ങളിൽ നല്ല നിബിഡ വനങ്ങളുമുണ്ട്. ഏഷ്യയിൽ ഏറ്റവും അധികം കിങ് കോബ്രകളുള്ള സ്ഥലമാണിത്. അത്യാവശ്യം പ്രകൃതിയെ ആസ്വദിച്ച് തന്നെ നമ്മൾ യാത്ര തുടരണം. ജീപ്പുകാർ ആവശ്യപ്പെടുന്നത് 1.5 മണിക്കൂറിനുള്ളിൽ പോയി തിരിച്ചു വരിക എന്നുള്ളതാണ്. 1.5 മണിക്കൂർ കൊണ്ട് പോയി വരാവുന്നതേ ഉള്ളൂ. പിന്നിൽ ബെൽറ്റുള്ള ചെരുപ്പുകളോ കട്ടി കുറഞ്ഞ ക്യാൻവാസുകളോ ഉപയോഗിക്കുക എന്നതാണ് നടക്കാനായിട്ട് കൂടുതൽ ഉത്തമം. പല സ്ഥലത്തും കട്ടിയുള്ള പാറകൾ കാണാവുന്നതാണ്. ഇവയ്ക്കൊക്കെ ഒരു മാഗ്നറ്റിക് പവർ ഉള്ളതായി നമുക്ക് കാണാം. സർവജ്ഞപീഠമാണ് മുകളിൽ കാണുന്നത്. ഇവിടെയാണ് ശങ്കരാചാര്യന് തപസ്സനുഷ്ഠിച്ചത്. ഏറ്റവും ശുദ്ധമായ വായുവാണ് നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത്. ചെറിയൊരു കാറ്റെപ്പോഴും അടിച്ചുകൊണ്ടിരിക്കും. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ഒരു മിഠായി കടലാസിൻ്റെ വരെ എണ്ണമെടുത്തിട്ടാണ് അവർ നമ്മളെ മുകളിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് ഇവിടെ എങ്ങും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. വളരെ പ്രകൃതിരമണീയവും വളരെ ശാന്തവുമായ ഈ സ്ഥലത്തെത്തുമ്പോൾ നമ്മളൊരു പ്രത്യേക അനുഭൂതിയിലേക്ക് കടന്നു പോകും. 4500ഓളം അടി ഉയരത്തിലുള്ള ഈ കൊടുമുടിയിൽ കുറച്ചധികം നേരം നമുക്ക് ചിലവഴിക്കണമെന്ന് തോന്നിപ്പോകും. ഈ സർവജ്ഞപീഠത്തിൻ്റെ പിൻഭാഗത്ത് നിന്ന് നോക്കിയാൽ കൊല്ലൂർ ടൗൺ കാണാൻ സാധിക്കും. അവിടെ തന്നെ മൂകാംബിക ദേവിയെയും കാണാം. പലരും അവിടെ ഇരുന്ന് കുറച്ചു നേരം ധ്യാനിക്കുകയും ചിലർ കൽവിളക്കിൽ തിരികൊളുത്തി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത് കാണാം. കരിമഷി പടരുമീ കൽവിളക്കിൽ കനകാങ്കുരമായി വിരിയേണം നീ അന്തരാത്മ
തെളിയണം. ആകാശമിരുളുന്നൊരപരാഹ്നമായി ആരണ്യകങ്ങളിൽ കാലിടറി. ആകാശമിരുളുന്നൊരപരാഹ്നമായി ആരണ്യകങ്ങളിൽ കാലിടറി. കൈവല്യദായികെ സർവാർത്ഥസാധികെ അമ്മേ സുരവന്ദിതേ. സൗവർണികാമൃതബീജികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ. പ്രാർത്ഥന തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാദാരവിന്ദങ്ങളമ്മേ. ജഗദംബികേ മൂകാംബികേ. കൗമാസുരൻ എന്ന ഒരു അസുരൻ ശിവനെ തപസ് ചെയ്ത് ഒരു വരം സമ്പാദിച്ചു. വരം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ ആവശ്യപ്പെട്ടാലും അപ്രത്യക്ഷനാകാൻ സാധിക്കണം. വരം കിട്ടിയതോടുകൂടി അവൻ ശല്യക്കാരനായി തീർന്നു. എല്ലാവർക്കും പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ അവൻ ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായും അവനെ നശിപ്പിക്കേണ്ട ചുമതല പാർവതി ദേവിക്കാണല്ലോ. അവനെ നശിപ്പിക്കാനായി പാർവതി ദേവി അവൻ്റെ അടുത്തെത്തി. ഈ അസുരനെ നിഗ്രഹിക്കാൻ ചെല്ലുമ്പോഴൊക്കെ അവൻ അപ്രത്യക്ഷനാകാൻ തുടങ്ങി. ശിവനെ പ്രാർത്ഥിച്ചാണ് ഈ അസുരൻ അപ്രത്യക്ഷനാവുന്നതെന്ന് ദേവി മനസ്സിലാക്കി. ശിവനോട് പ്രാർത്ഥിക്കാതിരിക്കാൻ ഈ അസുരനെ ദേവി മൂകനാക്കി. അങ്ങനെ കൗമാസുരൻ മൂകാസുരനായി തീർന്നു. അവസാനം ശിവനോട് പ്രാർത്ഥിക്കാനാവാതെ ദേവി മഹാകാളിയുടെ ശൂലത്തിന് ഇരയായിത്തീർന്നു ആ അസുരൻ. അസുരനെ മൂകനാക്കി വധിച്ച ദേവി അങ്ങനെ മൂകാംബികാദേവിയായി. ആദിശങ്കരാചാര്യർ കുടജാദ്രിയിൽ തപസ്സനുഷ്ഠിക്കുമ്പോൾ ദേവി ദർശനം നൽകിയെന്നും പിന്നീട് ദേവിയെ കൊല്ലൂർ കുടിയിരുത്തി അമ്പലം പണി ചെയ്തുവെന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക ദേവിയെന്നും മറ്റൊരു കേൾവിയുമുണ്ട്. പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂവായ ലിംഗമാണ്. വിദ്യാരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ ക്ഷേത്രമായി മൂകാംബിക ക്ഷേത്രം ആരാധിച്ചു വരുന്നു. നവരാത്രി തന്നെയാണ് ഏറ്റവും പ്രധാന ഉത്സവവും. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഉത്സവമാണ് പ്രസിദ്ധമായ രഥോത്സവം. 10 ദിവസത്തെ ഈ ഉത്സവം എല്ലാ വർഷവും മീനമാസത്തിലാണ് നടക്കുന്നത്. 10 നാൾ മുമ്പ് കൊടികയറി മൂലം നക്ഷത്രത്തിൽ ഉത്സവം അവസാനിക്കുന്നു. 2-ാം ദിവസം മുതലാണ് രഥയാത്ര. മാണിക്യവീണാം ഉപലാലയന്തി മദാലസാം മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതി കോമളാംഗീ മാതംഗകന്യാം മനസാ സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവതംസേ
കുജോന്നതേ കുങ്കുമരാഗ ശോണേ പുണ്ട്രേക്ഷു പാശാങ്കുശ പുഷ്പബാണഹസ്തേ നമസ്തേ നമസ്തേ ജഗദേക മാതഃ ആ ആ മാതാ മരതകശ്യാമാ മാതംഗി മധുശാലിനി കുര്യാത് കടാക്ഷം കല്യാണി കദംബവനവാസിനി ജയമാതംഗതനയേ ജയനീലോൽപലദ്യുതേ ജയസംഗീതരസികേ ജയലീലാശുഗപ്രിയേ സർവതീർത്ഥാത്മികേ സർവമന്ത്രാത്മികേ സർവയന്ത്രാത്മികേ സർവതന്ത്രാത്മികേ സർവചക്രാത്മികേ സർവശക്ത്യാത്മികേ സർവപീഠാത്മികേ സർവവേദാത്മികേ സർവവിദ്യാത്മികേ സർവയോഗാത്മികേ സർവവർണാത്മികേ സർവഗീതാത്മികേ സർവനാദാത്മികേ സർവശബ്ദാത്മികേ സർവവിശ്വാത്മികേ സർവവർഗാത്മികേ സർവസർവാത്മികേ സർവഗേ സർവരൂപേ ജഗന്മാതൃകേ പാഹി മാം പാഹി മാം പാഹി മാം ദേവി തുഭ്യം നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി മഹാലക്ഷ്മീ നമസ്തുതേ. പരിപാഹി മാം ഭദ്രേ പരിതാപ വിനാശിനി പരമകരുണാനിധേ വരദാനോൽ സുഖേ ദേവി പരിപാഹി മാം ഭദ്രേ പരിതാപ. കുത്തനെയുള്ള ഇറക്കങ്ങളെല്ലാം പിന്നിട്ട് താഴത്തെത്തുമ്പോൾ ഒരു കുളവും അതിനോട് ചേർന്ന് ചെറിയ പ്രതിഷ്ഠകളുള്ള 3-4 അമ്പലങ്ങളും കാണാം. ഈ അമ്പലങ്ങളോട് ചേർന്ന് തന്നെ അവിടെ ഒരു വീട്ടിൽ പ്രഭാത ഭക്ഷണവും ചായയെല്ലാം നമുക്ക് ലഭ്യമാണ്. അമ്പലങ്ങളുടെ ഇടയിലായി ദേവി അസുരനെ വധിച്ച ത്രിശൂലവും കാണാം. കുണ്ടും കുഴിയും ചാടിയുള്ള മടക്കയാത്രയും ഒരു അനുഭവം തന്നെയാണ്. 8 പേർക്ക് കയറാവുന്ന ജീപ്പിൽ 8 പേര് തന്നെ യാത്ര ചെയ്യുന്നതായിരിക്കും യാത്രയ്ക്ക് കുറച്ചും കൂടി സുഖകരം. ഇറക്കത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പലരും ഛർദ്ദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല പൊടിയും ഉണ്ടാവും. ഡ്രൈവർ നല്ല സഹകരണമാണ്. നമുക്ക് അത്യാവശ്യം ജീപ്പൊക്കെ നിർത്തിയൊക്കെ തരും. 150 ജീപ്പുകളാണ് സർവീസ് നടത്തുന്നത്. വെളുപ്പിന് 5-5:30 തുടങ്ങിയാൽ അവസാനത്തെ ട്രിപ്പ്
2:45-നാണ്. ഇത് ടോക്കൺ സിസ്റ്റം വെച്ചിട്ടാണ് സർവീസ് നടത്തുന്നത്. ഒരു ദിവസം 2 ട്രിപ്പ് മാക്സിമം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സൗപർണികയിൽ കുളിക്കുന്നതോടുകൂടി നമ്മുടെ യാത്രാക്ഷീണമൊക്കെ മാറും. അധികം ആഴമില്ലാത്ത സൗപർണികയിൽ കുളിക്കുമ്പോൾ കൊച്ചു കൊച്ചു മീനുകൾ നമ്മളെ കിളിപ്പെടുത്തും. എല്ലാം കഴിഞ്ഞ് മുറി വിട്ടിറങ്ങുമ്പോൾ നമുക്കിനിയും വരണമെന്നുള്ള ഒരു തോന്നലുണ്ടാവും. ഒന്നും മതിയാവാത്തതുപോലെ തോന്നും. വീണ്ടും തിരിച്ചു വരാനായി നമ്മളെ വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ യാത്ര ആദ്യത്തെ യാത്ര. കൂടുതൽ ദിവസങ്ങൾ നിന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇനിയും തിരിച്ചു വരണം. കൂടുതൽ ആസ്വദിക്കണം. ദേവീ തുഭ്യം നമോ നമഃ.